നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ പങ്കുവെച്ച ഒരു വിഷയമാണ്: വാണിജ്യ ബാങ്കുകൾ. നമ്മുടെ എല്ലാം പേഴ്സിലോ ഫോണിലോ ഒരു ബാങ്കിന്റെ കാർഡ് എന്തായാലും ഉണ്ടാകും. പക്ഷേ ഒരു പണം വെക്കാനും എടുക്കാനും അല്ലെങ്കിൽ ഒരു ഗൂഗിൾ പേ ചെയ്യാനും സഹായിക്കുന്ന ഒരു സ്ഥലം എന്നതിനപ്പുറം ഈ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെയാണ് ശരിക്കും ചലിപ്പിക്കുന്നത്, അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ശരി, നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. തീർച്ചയായും നമുക്ക് ഈ ചർച്ചയ്ക്ക് ഒരു ചെറിയ ഒരു ചട്ടക്കൂട് നൽകാം. കാരണം ബാങ്കുകളെ നമ്മൾ പലപ്പോഴും ഒരു പണപ്പെട്ടി പോലെയാണ് കാണുന്നത്, അല്ലേ? പക്ഷെ സത്യത്തിൽ അതൊരു ഹൃദയം പോലെയാണ്. സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ ഭാഗത്തേക്കും പണമെന്ന രക്തം പമ്പ് ചെയ്യുന്ന ഒരു ഹൃദയം. അപ്പോൾ ഈ ഹൃദയത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കാൻ നമുക്കതിനെ ഒരു നാലായിട്ട് തിരിക്കാം. ആദ്യം അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ധർമ്മങ്ങൾ, അതായത് പണം സ്വീകരിക്കുന്നതും കൊടുക്കുന്നതും. പിന്നെ നമുക്ക് വേണ്ടി ചെയ്യുന്ന ചില ഏജന്റ് പണികൾ. അത് കഴിഞ്ഞ് ബാങ്കുകളുടെ ഒരു ഒരു മാന്ത്രിക വിദ്യ എന്ന് തന്നെ പറയാം, കടം സൃഷ്ടിക്കൽ. പിന്നെ അവസാനം ഒരു രാജ്യത്തിന്റെ വളർച്ചയിൽ അവർക്കുള്ള പങ്കിനെ കുറിച്ചും സംസാരിക്കാം. വളരെ നന്നായി. അപ്പോ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയ കാര്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പണം സ്വീകരിക്കുക, അതായത് നിക്ഷേപങ്ങൾ. സേവിങ്സ് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. സേവിങ്സ് അക്കൗണ്ട് നമ്മുടെ ശമ്പളം വരുമ്പോൾ ഇടാനും ചെറിയ ആവശ്യങ്ങൾക്ക് എടുക്കാനും. ബിസിനസ്സുകാർക്ക് ഒരു ദിവസം 100 തവണ ഇടപാട് നടത്താൻ കറണ്ട് അക്കൗണ്ട്. കയ്യിൽ കുറച്ചു പണം മിച്ചം വന്നാൽ കൂടുതൽ പലിശ കിട്ടാൻ ഫിക്സഡ് ഡിപ്പോസിറ്റ്. ഇതിലപ്പുറം എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ? ഉണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇത് ലളിതമെന്ന് തോന്നുമെങ്കിലും ഇതിനു പിന്നിൽ ഒരു വലിയ ആശയമുണ്ട്. അതായത് രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്ന, ഒരുപക്ഷെ അലമാരിയിലോ മറ്റോ ഇരുന്നേക്കാവുന്ന ചെറിയ ചെറിയ തുകകൾ, അതെല്ലാം ഒരുമിച്ച് ചേർത്ത് ഒരു വലിയ ഫണ്ടാക്കി മാറ്റുകയാണ് ബാങ്കുകൾ ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ നിക്ഷേപിക്കുന്ന 1,000 രൂപ ഒരുപക്ഷെ ഒരു വ്യവസായിക്ക് പുതിയൊരു മെഷീൻ വാങ്ങാനുള്ള കോടികളുടെ വായ്പയുടെ ഭാഗമായേക്കാം. അതോടൊപ്പം ഈ റെക്കറിംഗ് ഡിപ്പോസിറ്റ് പോലുള്ളവയില്ലേ, അത് എന്നെ പോലെ പണം കയ്യിൽ കിട്ടിയാൽ ചെലവാക്കുന്ന ആളുകളെ നിർബന്ധിതമായി സമ്പാദിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കോച്ച് കൂടിയാണ്. അത് ശരിയാണ്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഒരു RD തുടങ്ങിയിരുന്നു. മാസം ഒരു 500 രൂപ വെച്ച് തുടങ്ങിയ ആ ശീലം, അത് പിന്നീട് എനിക്ക് എത്രമാത്രം ഉപകാരപ്പെട്ടു എന്ന് ഓർക്കുമ്പോ. അപ്പോ ഈ ശേഖരിച്ച പണം ബാങ്ക് വെറുതെ വെക്കുകയല്ല, അത് വായ്പയായി കൊടുക്കുന്നു. അതാണല്ലോ അടുത്ത പ്രധാന ജോലി. അതെ, ഇതാണ് ആ ഹൃദയത്തിന്റെ പമ്പിങ്. ഈ വായ്പകളാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഇന്ധനം. ഈ വായ്പകളെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ഉറവിടങ്ങളിൽ ക്യാഷ് ക്രെഡിറ്റ്, ഓവർ ഡ്രാഫ്റ്റ്, ടേം ലോണുകൾ എന്നൊക്കെ പറയുന്നുണ്ട്. ടേം ലോൺ നമുക്കറിയാം, വീട് വെക്കാനോ കാർ വാങ്ങാനോ ഒരു നിശ്ചിത കാലത്തേക്ക് എടുക്കുന്ന ലോണ്. പക്ഷേ ഈ ഓവർ ഡ്രാഫ്റ്റും ക്യാഷ് ക്രെഡിറ്റും, അതെന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ അക്കൗണ്ടിൽ പണം ഇല്ലെങ്കിലും കുറച്ചധികം പണം എടുക്കാനുള്ള ഒരു സൗകര്യമല്ലേ? ുമായി ബന്ധപ്പെട്ടതാണ്. അക്കൗണ്ടിൽ 0 ബാലൻസ് ആണെങ്കിലും ഒരു നിശ്ചിത പരിധി വരെ പണം പിൻവലിക്കാം. ഇതൊരു ഷോർട്ട് ടേം സൗകര്യമാണ്. എന്നാൽ ക്യാഷ് ക്രെഡിറ്റ് ഒരു പ്രത്യേക ലോൺ അക്കൗണ്ട് പോലെയാണ്. നിങ്ങളുടെ സ്റ്റോക്ക്, കടബാധ്യതകൾ എന്നിവയുടെ ഈടിന്മേൽ ഒരു ലിമിറ്റ് നിശ്ചയിക്കും. ആ ലിമിറ്റിനുള്ളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ പണം എടുക്കാം, തിരിച്ചടയ്ക്കാം. അതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഉപയോഗിച്ച തുകയ്ക്ക് ഉപയോഗിച്ച ദിവസങ്ങളിലേക്ക് മാത്രം പലിശ കൊടുത്താൽ മതി. ഇത് ബിസിനസ്സുകാർക്ക് അവരുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നടത്താൻ വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ. അപ്പോൾ ബിസിനസ്സുകളുടെ പ്രവർത്തന മൂലധനത്തിന്, അതായത് വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയാണ് ക്യാഷ് ക്രെഡിറ്റ് കൂടുതലും. മനസ്സിലായി. ഇനി ഈ വായ്പകൾ നൽകുന്നതിലൂടെ ബാങ്കുകൾ വെറും പലിശ ലാഭം മാത്രമല്ലല്ലോ ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു ഇമ്പാക്ട് എന്താണ്? ഒരിക്കലുമല്ല. അതിന്റെ സാമ്പത്തിക സ്വാധീനം വളരെ വലുതാണ്. ഒരു പുതിയ സംരംഭം തുടങ്ങാനും നിലവിലുള്ളത് വികസിപ്പിക്കാനും, കർഷകർക്ക് ഒരു ട്രാക്ടർ വാങ്ങാൻ, ഒരു വിദ്യാർത്ഥിക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ, എല്ലാത്തിനും ഈ വായ്പകൾ കൂടിയേ തീരൂ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ മുൻഗണനാ മേഖലകൾക്ക് വായ്പ നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ ഒരു സമതുലിതമായ വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. മുൻഗണനാ മേഖലകൾ എന്ന് പറയുമ്പോ കൃഷി, പിന്നെ MSME. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ. അതെ, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അപ്പോ ഇവർക്കൊക്കെ വായ്പ നൽകുമ്പോ അത് താഴെത്തട്ടിലുള്ള സാമ്പത്തിക വളർച്ചയെയും തൊഴിലവസരങ്ങളെയും ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പണം വാങ്ങിയലും കൊടുക്കലുമാണ് പ്രധാന ജോലി. ശരി. പക്ഷേ എന്റെ ബാങ്ക് എനിക്ക് വേണ്ടി ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നുണ്ടല്ലോ, അതെങ്ങനെ ഈ ഗണത്തിൽ വരും? അത് അവരുടെ പ്രധാന ജോലിയാണോ? വളരെ സ്വാഭാവികമായ ഒരു സംശയമാണത്.
അവിടെയാണ് നമ്മൾ ബാങ്കുകളുടെ രണ്ടാമത്തെ തരം ജോലികളിലേക്ക് വരുന്നത്. ഇവയെ നമുക്ക് ദ്വിതീയ ധർമ്മങ്ങൾ എന്ന് പറയാം. അതായത് ബാങ്ക് നിങ്ങളുടെ ഒരു ഏജന്റിനെ പോലെ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ബാങ്കിന് ഒരു സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ എല്ലാ മാസവും കൃത്യമായി നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം, ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, എന്തിന് കുട്ടികളുടെ സ്കൂൾ ഫീസ് വരെ അവർ അടച്ചോളും. അതുപോലെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചെക്കുകൾ, ഷെയറുകളിൽ നിന്നുള്ള ഡിവിഡൻഡ്, അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി കളക്ട് ചെയ്യാനും ബാങ്കിന് കഴിയും. അതായത് എന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കി നടത്താൻ ഞാൻ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിന് വെക്കുന്നത് പോലെ. പക്ഷെ ഒരു സംശയം, ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇതിന് പ്രസക്തി കുറയുകയല്ലേ? ഇപ്പൊ നമുക്ക് തന്നെ നേരിട്ട് ആപ്പുകൾ വഴി ബില്ലുകൾ അടയ്ക്കാമല്ലോ. ഒരു പരിധിവരെ അത് ശരിയാണ്. എന്നാൽ തിരക്കേറിയ ജീവിതത്തിൽ എല്ലാ പേയ്മെന്റുകളും ഓർത്തു വെച്ച് ചെയ്യുക എന്നത് പലർക്കും ബുദ്ധിമുട്ടാണ്. ഒരു പേയ്മെന്റ് മിസ്സായാൽ വരുന്ന ഫൈനിനേക്കാൾ എത്രയോ ചെറുതാണ് ബാങ്കിന്റെ ചാർജ്. മാത്രമല്ല, ഓഹരികൾ വാങ്ങാനും വിൽക്കാനും വിൽപത്രങ്ങളുടെ ഒരു എക്സിക്യൂട്ടറായിട്ട് പ്രവർത്തിക്കാനുമൊക്കെയുള്ള സേവനങ്ങൾ ഇന്നും വളരെ പ്രസക്തമാണ്. ഇതിലെല്ലാം ഏറ്റവും പ്രധാനം വിശ്വാസ്യതയാണ്. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചേൽപ്പിക്കുകയാണല്ലേ. ശരിയാണ്. ഈ ഏജൻസി സേവനങ്ങൾ കൂടാതെ വേറെയുമുണ്ട് ചില പൊതുവായ സൗകര്യങ്ങൾ. വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാൻ ലോക്കർ, പണം സേഫ് ആയിട്ട് അയക്കാൻ ഡിമാൻഡ് ഡ്രാഫ്റ്റ്. എന്നാൽ ഇന്ന് ഇതിലെല്ലാം ഉപരിയായി നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ, ATM, ഇന്റർനെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, ഇതൊക്കെ ബാങ്കിങ്ങിനെ മൊത്തത്തിൽ മാറ്റിമറിച്ചില്ലേ? പൂർണ്ണമായും. ഇത് ബാങ്കിങ്ങിനെ ഒരു കെട്ടിടത്തിൽ നിന്ന് നമ്മുടെ കൈവെള്ളയിലേക്ക് കൊണ്ടുവന്നു. ഒരു ബാങ്ക് ബ്രാഞ്ചിൽ പോയി ക്യൂ നിൽക്കാതെ എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പണം അയക്കാം, ബില്ലുകൾ അടയ്ക്കാം, ലോണിന് അപേക്ഷിക്കാം. ഇത് ബാങ്കിങ്ങിനെ സൗകര്യപ്രദവും ഒരു 24/7 സർവീസുമാക്കി മാറ്റി. ഇത് നമ്മുടെ സമയവും പണവും ലാഭിക്കുന്നു. പിന്നെ സാമ്പത്തിക ഇടപാടുകളെ കൂടുതൽ സുതാര്യമാക്കുന്നു. അതെ. ഇനി നമുക്ക് ബാങ്കുകളുടെ ആ മാന്ത്രിക വിദ്യയിലേക്ക് വരാം. കടം സൃഷ്ടിക്കൽ, അതായത് ക്രെഡിറ്റ് ക്രിയേഷൻ. ഉറവിടങ്ങളിൽ പറയുന്നത് ബാങ്കുകൾക്ക് അവരുടെ കയ്യിലുള്ള നിക്ഷേപത്തെക്കാൾ കൂടുതൽ തുക വായ്പയായി നൽകാൻ കഴിയുമെന്നാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ട്. എന്റെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ 500 രൂപ കടം കൊടുക്കാൻ പറ്റും? ആ സംശയം സ്വാഭാവികമാണ്. ആ മാന്ത്രിക വിദ്യയുടെ രഹസ്യം ഇതാണ്. ഒരു ബാങ്ക് നിങ്ങൾക്ക് 1,00,000 രൂപ ഭവന വായ്പ അനുവദിക്കുമ്പോൾ അവർ 1,00,000 രൂപയുടെ നോട്ടുകെട്ടുകൾ നിങ്ങളുടെ കയ്യിൽ തരികയല്ല ചെയ്യുന്നത്. ഓക്കെ. ഇവയുടെ പണം സൃഷ്ടിക്കപ്പെട്ടു. നിങ്ങൾ ആ പണം വീട് പണിത കോൺട്രാക്ടർക്ക് കൈമാറുമ്പോൾ അത് അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നു. അപ്പോൾ ആ ബാങ്കിന് ഇപ്പോ പുതിയൊരു നിക്ഷേപം കിട്ടി. ആ നിക്ഷേപത്തിന്റെ ഒരു ചെറിയ ഭാഗം, റിസർവ് ബാങ്ക് പറയുന്ന ഒരു ശതമാനം, കരുതൽ ധനമായി മാറ്റിവെച്ച് ബാക്കി തുക അവർക്ക് മറ്റൊരാൾക്ക് വായ്പയായി നൽകാം. അപ്പോ ഇതൊരു ശൃംഖല പോലെ പ്രവർത്തിക്കുന്നു. ഒരു വായ്പ മറ്റൊരു നിക്ഷേപമാകുന്നു. ആ നിക്ഷേപം അടുത്ത വായ്പയ്ക്ക് കാരണമാകുന്നു. പക്ഷെ ഒരു മിനിറ്റ്, ബാങ്കിന് ഇഷ്ടം പോലെ പണം ഇങ്ങനെ ലോണായി സൃഷ്ടിച്ചു കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് രാജ്യത്തെ എല്ലാവർക്കും ലോൺ കൊടുത്ത് നമ്മുടെ ദാരിദ്ര്യം മുഴുവൻ മാറ്റിക്കൂടാ? എന്താണ് അതിലെ അപകടം? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. അതാണ് ഈ മാന്ത്രിക വിദ്യയുടെ മറുവശം. ഒരു നിയന്ത്രണവുമില്ലാതെ ബാങ്കുകൾ പണം സൃഷ്ടിച്ചാൽ എന്ത് സംഭവിക്കും? സമ്പദ് വ്യവസ്ഥയിൽ പണത്തിന്റെ അളവ് ഭയങ്കരമായിട്ട് വർദ്ധിക്കും. എല്ലാവരുടെയും കയ്യിൽ ധാരാളം പണം ഉണ്ടാകും. പക്ഷേ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് അത്രയും വേഗത്തിൽ കൂടില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കുറെ അധികം ആളുകൾ പണവുമായി വരും. ഇത് സാധനങ്ങളുടെ വില കുതിച്ചുയരാൻ കാരണമാകും. അതാണ് നമ്മൾ പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ വില ഇല്ലാതാകും. അതെ. 1 കിലോ അരിക്ക് 500 രൂപയൊക്കെ കൊടുക്കേണ്ടി വന്നാലുള്ള അവസ്ഥ ആലോചിച്ചു നോക്കൂ. അതായത് പണം വെറുതെ അച്ചടിച്ചത് കൊണ്ട് കാര്യമില്ല, അതിന് വാങ്ങാൻ സാധനങ്ങൾ കൂടി വേണം. കൃത്യമായി. ഈ സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതായത് RBI ഉള്ളത്. അവരുടെ പണനയ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ബാങ്കുകൾക്ക് എത്രത്തോളം കടം സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനെ RBI നിയന്ത്രിക്കുന്നു. സാമ്പത്തിക വളർച്ചയ്ക്ക് ആവശ്യമായ പണം ഉറപ്പാക്കുകയും വേണം. എന്നാൽ പണപ്പെരുപ്പം നിയന്ത്രിച്ചു നിർത്തുകയും വേണം. ഇത് വളർച്ചയും സ്ഥിരതയും തമ്മിലുള്ള ഒരു കണിശമായ ബാലൻസിംഗ് ആണ്. അത് വളരെ സങ്കീർണമായ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ബാങ്കുകൾ വെറും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല, രാജ്യത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു തരം ഏജന്റുമാർ കൂടിയാണ്. ഇത് നമ്മളെ അവരുടെ സാമൂഹികമായ പങ്കിലേക്ക് എത്തിക്കുന്നു.
ജൻധൻ യോജന, മുദ്രാ ലോൺ എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതൊക്കെ വെറും സർക്കാർ പദ്ധതികൾ എന്നതിലുപരി ബാങ്കുകളുടെ ഒരു സാമൂഹിക ധർമ്മം കൂടിയാണല്ലേ? തീർച്ചയായും ആധുനിക ബാങ്കിങ്ങിൽ ഇത് വളരെ നിർണായകമാണ്. ജൻധൻ യോജനയുടെ കാര്യമെടുക്കാം. കോടിക്കണക്കിന് സാധാരണക്കാർക്ക്, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് ആദ്യമായി ഒരു ബാങ്ക് അക്കൗണ്ട് ലഭിച്ചു. ഇതിന്റെ യഥാർത്ഥ ഗുണം എന്താണെന്ന് അറിയാമോ? സർക്കാരിന്റെ സബ്സിഡികളും മറ്റ് ആനുകൂല്യങ്ങളും. ഉദാഹരണത്തിന് കർഷകർക്കുള്ള സഹായധനം, ഗ്യാസ് സബ്സിഡി, ഇതൊക്കെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്താൻ തുടങ്ങി. ഇത് അഴിമതി കുറയ്ക്കാനും സഹായം അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പാക്കാനും സഹായിച്ചു. അപ്പോൾ ഔദ്യോഗിക സാമ്പത്തിക വ്യവസ്ഥയുടെ ഭാഗമല്ലാതിരുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ അഥവാ ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണല്ലേ? അതെ, അതുപോലെയാണ് മുദ്രാ ലോണുകൾ. ഈടൊന്നും നൽകാനില്ലാത്ത ചെറുകിട സംരംഭകർക്ക് അവരുടെ ബിസിനസ് തുടങ്ങാനോ വികസിപ്പിക്കാനോ വായ്പ നൽകുന്നു. ഒരു ചെറിയ തട്ടുകട തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഒരു തയ്യൽ യൂണിറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീക്ക് ഇത് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഇവയെല്ലാം കൂടാതെ റോഡുകൾ, പാലങ്ങൾ, തുറമുഖങ്ങൾ തുടങ്ങിയ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിലും ബാങ്കുകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ ബാങ്കുകൾ ലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ രാജ്യത്തിന്റെ വികസനത്തിലെ പങ്കാളികൾ കൂടിയായി മാറുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചു തുടങ്ങിയത് ബാങ്കിനെ ഒരു പണപ്പെട്ടിയായി കണ്ടുകൊണ്ടാണ്. അവിടെ നിന്ന് തുടങ്ങി അത് സമ്പദ് വ്യവസ്ഥയിലേക്ക് പണം പമ്പ് ചെയ്യുന്ന ഒരു ഹൃദയമാണെന്ന് കണ്ടു. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയി, പിന്നെ സമ്പദ് വ്യവസ്ഥയിൽ പണം സൃഷ്ടിക്കുന്ന ഒരു മാന്ത്രികനായി, ഒടുവിൽ രാജ്യത്തിന്റെ സാമൂഹിക വികസനത്തിൽ പങ്കാളിയാകുന്ന ഒരു സ്ഥാപനമായി. ബാങ്കിന്റെ പങ്ക് എത്ര വലുതാണെന്ന് ഇപ്പോൾ വ്യക്തമായി. തീർച്ചയായും ഈ ചർച്ചയിലെ പ്രധാന ആശയം ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞാൽ, ബാങ്കുകൾ ഒരുപാട് ധർമ്മങ്ങൾ ഒരേ സമയം നിർവഹിക്കുന്ന ഡൈനാമിക്കായ സ്ഥാപനങ്ങളാണ്. ജനങ്ങളുടെ സമ്പാദ്യം സമാഹരിക്കുന്നതിനും ആ പണം ഉപയോഗിച്ച് നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ സുഗമമാക്കുന്നതിനും, ഇതിനെല്ലാം പുറമെ രാജ്യത്തിന്റെ വിശാലമായ സാമ്പത്തിക സാമൂഹിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ബാങ്കുകൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. വളരെ നന്നായി ഈ വിഷയം വിശദീകരിച്ചു. ഇനി നിങ്ങൾക്കായി ഒരു ചിന്താ വിഷയം നൽകിക്കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ബാങ്കുകൾ പൂർണ്ണമായും ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ സാഹചര്യത്തിൽ ഉപഭോക്താവിന്റെ ഒരു ഏജന്റ് എന്ന നിലയിലുള്ള അവരുടെ പരമ്പരാഗത പങ്ക് എങ്ങനെയാവും മാറുക? ഭാവിയിൽ നിങ്ങളുടെ ബാങ്ക് നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ വിശകലനം ചെയ്ത് ഈ മാസം നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് കൂടിയിട്ടുണ്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നിക്ഷേപം മാറ്റുന്നത് നന്നായിരിക്കും എന്ന് ഉപദേശിക്കുന്ന ഒരു പേഴ്സണൽ ഡിജിറ്റൽ ഫിനാൻഷ്യൽ അസിസ്റ്റന്റായി മാറുമോ? നിങ്ങളുടെ ബാങ്കും ഗൂഗിൾ അസിസ്റ്റന്റും തമ്മിലുള്ള അതിർവരമ്പുകൾ നേർത്തു വരുമോ? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക.